ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണെന്ന് നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഇവിടെ എടുത്തത് 3 ചെറുപഴമാണ്. ഈ ചെറുപഴം ഒരു ബൗളിലേക്ക് ഇട്ട് മാഷ് ചെയ്യണം. ഇനി അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ പാലും ഒഴിച്ച് മിക്സ് ചെയ്ത് വാനില എസൻസ് ഒരു ഡ്രോപ്പും കൂടി ഉറ്റിക്കുക. എഗ്ഗിൻ്റെ സ്മെല്ല് ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഡ്രോപ്പ് ഉറ്റിക്കുന്നത്. ഞാനിതിക്ക് പിന്നെ ബദാമിൻ്റെ കളറും ചേർത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർത്തതാണ്. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി അതിലേക്ക് ചേർക്കുക. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക. വേണ്ടിയവർക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. പഴത്തിന് മധുരം ഉണ്ട് കൊണ്ട് പഞ്ചസാര ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഇതിലേക്ക് ഇടുക. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ കണ്ടിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റിൽ ബോക്സിൽ അഭിപ്രായം ഇടുക. പിന്നെ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം. പിന്നെ ഷെയർ നിങ്ങളുടെ കുടുംബത്തിനോ കൂട്ടുകാർക്കോ ഒക്കെ ഷെയർ ചെയ്യണേ. നമ്മളുണ്ടാക്കിയ ഈ സ്നാക്കിൽ അത് പല്ലില്ലാത്തവരായാലും ചെറിയ കുട്ടികളായാലും തിന്നാൻ കഴിയും. പിന്നെ നല്ല സോഫ്റ്റുമാണ്. ഞങ്ങൾ നല്ല കട്ടൻ ചായയും ഈ പൊരിയായിട്ട് തിന്ന് നല്ല ടേസ്റ്റ്. നിങ്ങളിത് മുറിച്ചത് കണ്ടോക്കി. ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ്, തിന്നാനൊക്കെ നല്ല കഴിയും. പക്ഷേ ടാറ്റാ.